ഹലോ, ആറ്റംസ് ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്നു, മോളിക്യൂൾസ് ചേർന്ന് എലമെന്റ്സ് ഉണ്ടാകുന്നു, എലമെന്റ്സ് ചേർന്ന് സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്കിലെ ഒരു ടേബിൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ആദ്യമായിട്ട് പ്രധാനമായി നോക്കുന്നത് 3 സബ്സ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്: ഷുഗർ, ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ വാട്ടർ. നമുക്ക് ആദ്യമായിട്ട് ഷുഗറും ഗ്ലൂക്കോസും ഒരുമിച്ച് നോക്കാം. കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഷുഗറിലും ഗ്ലൂക്കോസിലും ഏതൊക്കെ തന്നെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണ്. ഒരുമിച്ച് തന്നെ പഠിക്കുക. അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് C12H22O11 ആണ് ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത്. അടുത്തതായി വരുന്നത് ഗ്ലൂക്കോസ് ആണ്, C6H12O6. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസിന്റെ റേഷ്യോസ് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഷുഗറിന്റെ C12H22O11 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റേഷ്യോ വരുന്നത് 12:22:11 എന്നതാണ്. C6H12O6 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ റേഷ്യോ വരുന്നത് 1:2:1. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ടറിന്റെ ആണ്. വാട്ടറിന്റെ കോൺസ്റ്റന്റ് എലമെന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, H2O ആണ് അല്ലെ. അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ ഫോർമുല നമുക്കറിയാം, H2O ആണ്. റേഷ്യോ വരുന്നത് 2:1 എന്ന് പറയുന്ന റേഷ്യോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയുമാണിത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.